ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ, നിങ്ങൾ കുറേ പേര് ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റും ആയിട്ട് ബന്ധപ്പെട്ട് കുറേ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് അനുബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ തീർക്കാം. ഒരു Q&A പോലെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാൾ അയച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദിച്ചിട്ടുള്ളതാണ്, +1 അഡ്മിഷൻ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വീണ്ടും സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. +1 ട്രയലിൽ കിട്ടിയിടത്തിൽ തന്നെ ഫസ്റ്റിൽ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കിപ്പം നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കൂലേ. പിന്നെ നിങ്ങൾ അതിൽ റീഅറേഞ്ച്മെന്റ് ഒന്നും നടത്തുന്നില്ല, അപ്പൊ നിങ്ങൾ അതിലൊരു മാറ്റവും വരുത്തുന്നില്ല, സ്കൂൾ ഒന്നും അങ്ങോട്ടും താഴോട്ടും മുകളോട്ടും ഒന്നും മാറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിനും അവിടെ തന്നെ കിട്ടും. അത് ഉറപ്പാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം പുതിയ സ്കൂളുകൾ കൂടി ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എഡിറ്റിംഗ് വിൻഡോ വരും. ആ എഡിറ്റിംഗ് വിൻഡോ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ മുകളിലേക്ക് ആക്കാം. ഇനി കോഴ്സ് ആണെങ്കിലും മുകളിലേക്ക് ആക്കാൻ പറ്റും. ഇനി വേണ്ടാത്ത കോഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂൾ എനിക്ക് വേണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ആ ഒരു സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ട്രയൽ അലോട്ട്മെന്റിൽ ഒരു സ്കൂൾ ലഭിച്ചാൽ നമ്മൾ ആ സ്കൂളിൽ നേരിട്ട് പോകേണ്ടതുണ്ടോ അതോ ഓൺലൈൻ വഴി എഡിറ്റ് ചെയ്താൽ മതിയോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. എടാ, നിങ്ങൾക്ക് ട്രയലിൽ വന്നു കഴിഞ്ഞാൽ, ട്രയൽ നിങ്ങൾക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയില്ലേ, ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രയൽ വീഡിയോസ് ഉണ്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടാവോ എന്ന് നോക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക ട്രയലിൽ കിട്ടിയില്ലേ ഫസ്റ്റ് കിട്ടൂലോ. ഫസ്റ്റ് കിട്ടില്ലേ, ട്രയലിൽ കിട്ടാത്ത ആൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്തൊക്കെ കൊടുത്തോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ വരാൻ സാധ്യതയില്ല. അതിനാണ് നിങ്ങൾക്ക് ട്രയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഡിറ്റിംഗ് വിൻഡോ തരുന്നത്. ആ എഡിറ്റിംഗ് വിൻഡോയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിന് ചിലപ്പോൾ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കിട്ടാൻ പറ്റും. മനസ്സിലായോ? ഇനി ഫസ്റ്റോടെ കഴിയുന്നില്ല, സെക്കൻഡും തേർഡും ഒക്കെ വരുന്നുണ്ട്, അപ്പോഴും നിങ്ങൾക്ക് എന്ത് വരും, ഈ ഒരു അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമേ അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞു, ഇനി ട്രയൽ വരുമ്പോൾ സ്കൂളുകൾ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് അക്ഷയയിൽ തന്നെ പോകണോ അതോ ഓൺലൈനായി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. എന്ത് അറേഞ്ച്മെന്റ് വേണമെങ്കിലും ചെയ്യാം. അക്ഷയയിൽ പോകണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് സൗകര്യം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേ തെറ്റൊന്നും വരുത്തരുത്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഒരാളോട് ചെയ്തു തരാൻ പറയാം. എൻ്റെ മക്കൾക്ക് അറിയെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോളാം, അല്ലെങ്കിൽ അക്ഷയയിൽ പോയിട്ട് കറക്റ്റ് ചെയ്തോളാം കേട്ടോ. തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടാണ് മിസ് പറഞ്ഞത് അങ്ങനെ. ഇനി അടുത്തത്, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ ആ ദിവസം തന്നെ കിട്ടിയ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യണോ അതോ വേറെ ഡേറ്റ് ഉണ്ടാകുമോ? മക്കളെ, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ താഴത്ത് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ പോയി എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് അവിടെ പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരു 3 ദിവസമൊക്കെ തരും. ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പം ആ ഒരു ഡേ മുതൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നാണോ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ആ ഡേ തൊട്ട് ഒരു 3 ദിവസമായിരിക്കും, അതിൽ കൂടുതലൊന്നും എന്തായാലും ഡേറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ എടുത്താൽ മതി. സെറ്റ് അല്ലേ? നെക്സ്റ്റ്, അപ്ലിക്കേഷൻ എടുത്തപ്പോൾ താലൂക്ക് മാറിപ്പോയി, തെറ്റിച്ചു കൊടുത്തു, ഇനി ട്രയൽ വരുമ്പോൾ അത് മാറ്റാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോൾ വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ലിറ്റിൽ കൈറ്റ്സ് ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷൻ സമയത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, ഇനി അത് ആഡ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. പറ്റും. നിങ്ങൾ ഏതെങ്കിലും മാർക്ക് ആഡ് ചെയ്യാനോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് വിൻഡോ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ആ ഒരു ഡൗട്ട് വേണ്ട കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് 1ാമത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടിയത്. ട്രയൽ വന്നു, ട്രയലിന്റെ എഡിറ്റിംഗ് വിൻഡോയിലൊന്നും നിങ്ങൾ വീണ്ടും റീഅറേഞ്ച്മെന്റ് ഒന്നും നടത്തിയില്ല, നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ തന്നെ മതി എന്ന് നിങ്ങൾ തീരുമാനിച്ചു. അപ്പം
നിങ്ങൾക്ക് ഫസ്റ്റിലും ഒന്നാമത്തെ ഓപ്ഷനാ കിട്ടിയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളിൽ പോയിട്ട് സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തില്ല, താൽക്കാലികമായിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് താഴെയുള്ള ഓപ്ഷൻസുകളൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അത്രയും പ്രയോറിറ്റി ഉള്ള സ്ഥലത്താണല്ലോ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞത്, ട്രയൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ മാറ്റം വരും. എനിക്ക് ഈ സ്കൂളിൽ പോണ്ട, എനിക്ക് ഈ സ്കൂളുകൾ, താഴേക്കുള്ള സ്കൂളുകളാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രയൽ വന്നു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഏതാണോ ആ ഒരു പ്രയോറിറ്റിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്കൂൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ A+ അല്ലെങ്കിൽ നല്ല മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ബോണസ് മാർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ പ്രയോറിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. നെക്സ്റ്റ്, പൊതുവേ നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം പഠിച്ച സ്കൂളിൽ തന്നെ ആ കുട്ടിക്ക് ഇത്ര മാർക്ക് ബോണസ് പോയിന്റ് ഉണ്ടാവും. സോ പഠിച്ച സ്കൂളിൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ചില ആൾക്കാർക്ക് പഠിച്ച സ്കൂളിൽ വേണ്ടാന്ന് പറയും. അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നല്ല മാർക്കൊക്കെ ഉള്ള മക്കളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ ചിലപ്പം ഫസ്റ്റ് സ്കൂൾ അറിയാണ്ട് കൊടുത്തു പോകും. നമ്മൾ പഠിച്ച സ്കൂൾ ചിലപ്പോൾ ഇഷ്ടമില്ലാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെയുള്ള ഓപ്ഷനുകൾ മുകളിലേക്ക് മാറ്റിയിട്ട് ഈ ഓപ്ഷനെ താഴേക്ക് മാറ്റണം. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. എനിക്ക് താല്പര്യമുള്ള സ്കൂളിലേക്ക് മാറാൻ ഹയർ ഓപ്ഷൻ എങ്ങനെ നിലനിർത്താം? 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് താല്പര്യമുള്ള സ്കൂളിലേക്ക് മാറാൻ ഹയർ ഓപ്ഷൻ എങ്ങനെ നിലനിർത്താം? അത് നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. ഇപ്പം 3ാമത്തെ ഓപ്ഷൻ അല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഉള്ള ഇതേ രീതിയിൽ തന്നെ ഈ ഓപ്ഷനുകൾ നിലനിർത്തിയിട്ട് 3ാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് മാറ്റാം. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഹയർ ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഫീസ് അടയ്ക്കണോ, സ്കൂളിൽ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണോ ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, ആവശ്യമില്ല. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വെച്ചാൽ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല പൊതുവേ കേട്ടോ. സ്ഥിരമായിട്ട് എടുക്കുന്ന വെച്ചാൽ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്കൊരു സ്കൂളിലും സീറ്റ് കിട്ടിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചിലപ്പോൾ സീറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ബോണസ് പോയിന്റും മാർക്കും ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് സീറ്റ് വരിക. പക്ഷെ സെക്കൻഡിലും തേർഡിലും ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും ലാസ്റ്റിലേക്ക്. അപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി നല്ല അർത്ഥം. ഫസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സെക്കൻഡിലും തേർഡിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ തന്നെയുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CBSE സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രത്യേക മുൻഗണനയോ വെയിറ്റേജോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CBSE മക്കളോടാണ്. പഠിച്ചിട്ടുള്ള കുട്ടികൾ സ്റ്റേറ്റിലേക്ക് വരാൻ ഇരിക്കുന്നുണ്ടാവും. മക്കളെ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല. നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് സീറ്റ് തരുന്നത്. അതുപോലെ നിങ്ങളുടെ ബോണസ് പോയിന്റും. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും ക്ലബിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗേറ്റ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും NCC ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഫസ്റ്റ് തന്നെ സീറ്റ് കിട്ടും. പിന്നെ ഓർഡറിൽ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഓരോരുത്തരെ ഓരോരോ അലോട്ട്മെന്റ് ആയിട്ട് വിളിക്കൂ കേട്ടോ. അതൊന്നും ടെൻഷൻ വേണ്ട. എല്ലാവർക്കും സീറ്റ് ഉണ്ട്. ഒരു മുൻഗണനയും ഇല്ല, പിൻഗണനയും ഇല്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് മാർക്കിന്റെ അടിസ്ഥാനത്തിലും ബോണസ് പോയിന്റ് അടിസ്ഥാനത്തിലും തന്നെയാണ് എന്ത് തരുന്നത്? സീറ്റ് തരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്കൂളിൽ സ്ഥിരമായി അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് എനിക്ക് സ്കൂളോ കോഴ്സോ മാറാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആൾക്കാർ പൊതുവേ സീറ്റ് ഒന്നും മാറാൻ നിൽക്കാറില്ല. പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ കിട്ടി, നിങ്ങൾ ആ സ്കൂളിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു. ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള സയൻസിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സയൻസ് വേണ്ട, എനിക്ക് കൊമേഴ്സ് മതി, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ സയൻസിൽ നിന്ന് എന്ത് ചെയ്യുക? കൊമേഴ്സിലേക്ക് ട്രാൻസ്ഫർ എടുക്കാം. കൊമേഴ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. മനസ്സിലായി? ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഈ സ്കൂളിൽ നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ ഇത് വരും. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ടീച്ചേഴ്സ് പറയും അത്. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ ആ കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത സ്കൂളിലെ കൊമേഴ്സിലേക്ക് മാറണമെങ്കിൽ അതും സാധിക്കും. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം. അത് ഓർത്ത് വെക്കുക കേട്ടോ. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം.
സീറ്റ് അവൈലബിലിറ്റിക്ക് ഒരു പ്രശ്നവും ഇല്ല, എല്ലാവർക്കും സീറ്റ് ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. കാരണം അത്രത്തോളം സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സോ ടെൻഷൻ ആവണ്ട. കാരണം A+കളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ട് പലർക്കും ആശങ്കയുണ്ടാവും, സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഞാനിതിൽ ഉൾപ്പെടാണ്ട് പോവോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വിഷമിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റിലേക്ക് പ്രൈവറ്റ് സ്കൂൾ അടക്കം നിങ്ങൾക്കുണ്ട്. എവിടെ പഠിച്ചാലും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ട്രയൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പോകണ്ട, ഒരാവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എഡിറ്റിംഗ് വിൻഡോയിൽ എഡിറ്റ് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കണം, പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ, അഥവാ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ. ക്ലിയർ ആയല്ലോ? പിന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ എന്തുണ്ടെങ്കിലും എഡിറ്റ് ചെയ്തോളാം. അത് നിർബന്ധമാണ് കേട്ടോ മക്കളെ, മറക്കരുത്. അപ്പം ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ അറിയിക്കാം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ വീഡിയോയുടെ താഴെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. താങ്ക് യു.